ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഈ ഒരു റൊട്ടീൻ തന്നെയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കല്യാണം വീട്ടിൽക്കൂടൽ. ഇതൊന്നല്ലെങ്കിൽ എൻ്റെ ഡേ ഏകദേശം ഇതൊക്കെ പോലെ തന്നെയാണ്. രാവിലെ എണീക്കുന്നു, പണി തീർക്കുന്നു, രാത്രിയാവുന്നു, വീണ്ടും രാവിലെ ആവുന്നു, അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല. എന്നെപ്പോലെ ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ. ഇത് രാവിലെ എണീറ്റ് വന്ന് രാവിലത്തെ ചായക്കുള്ള പരിപാടിയാണ്. മക്കൾ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്, അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ വേണം. അപ്പോൾ ഇന്ന് ചെറിയൊരു മടിയുള്ള ദിവസം കൂടിയാണ്. ഇങ്ങനെ ദോശക്കൊക്കെ അരി അരച്ച് വെക്കുന്ന ദിവസം രാവിലെ ചെറിയൊരു മടിയാട്ടോ. എന്താ വെച്ചാൽ ഇതാണെങ്കിൽ വെറുതെ ദോശ മാത്രം ചുട്ടാൽ മതി, ചുടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തോ കുറേ പണി കുറഞ്ഞ പോലെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ എണീറ്റ് വരുമ്പം തന്നെ ഇതിങ്ങനെ പതച്ച് ഇങ്ങനെ പൊന്തി വന്നതൊക്കെ കാണുമ്പം തന്നെ ഒരു സമാധാനം ആണില്ലേ. അതെങ്ങാനും പൊന്തി വന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയി എന്ന് പറയാം. നമ്മൾ രാവിലെ എണീച്ച് വന്ന് ഇത് നോക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താക്കും എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകണമല്ലോ. അപ്പം തന്നെ നമ്മളെ മൈൻഡൊക്കെ ഫുൾ മാറി പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ഭയങ്കര സ്ട്രെസ് പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊന്തി പുളിച്ച് വരുന്ന ദിവസം ഭയങ്കര ഒരു സമാധാനമാണ്. ഇപ്പോൾ ഇങ്ങനെ ദോശക്ക് അരിയൊക്കെ അരച്ച് വെക്കുന്ന ദിവസം ഞാൻ ഓൾറെഡി ഒരു മടിച്ചായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതന്നെയായിരിക്കും മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കൊടുക്കുക. അവർക്ക് ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ അധിക ദിവസം രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ ആക്കലുണ്ട്. പക്ഷേ ഇന്ന് ഇതും ഒരു ചട്നിയും ആക്കിയാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞെന്നുള്ളതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടാണ് അടുക്കളയിൽ ഇറങ്ങിയത് വരെ കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ കൂടി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഇഷ്ടമാണേ. അവരെ ഇഷ്ടം നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ അവർക്കായിട്ട് വേറെ ഞങ്ങൾക്ക് വേറെ അങ്ങനെയൊന്നുമില്ല. എരിവും കാര്യങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് ചട്നിയൊന്നും പ്രശ്നമില്ല. ഇഡ്ഡലി ചട്നിയൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ചട്നി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളല്ലേ. ജസ്റ്റ് ഒന്ന് ഉള്ളി, പച്ചമുളക്, തേങ്ങയും കൂടി മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് ഒന്ന് കടുകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് വറവിട്ടാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ഏകദേശം ചട്നീൻ്റെ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഇഡ്ഡലി ഇത് ഒരു 12 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം ഒരു 2 പ്രാവശ്യം വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാവും. അപ്പോൾ രാവിലത്തെ പണി ഭയങ്കര ഈസി ആയേ. ഇനി ഉച്ചക്കത്തെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ വിചാരിച്ചു. എപ്പോഴും അധികവും രാവിലെ തന്നെ ആക്കലാണ്. മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയൊക്കെ കഴിയും. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന ദിവസം ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ രാവിലത്തെ പണി കുറച്ച് ഈസി ആക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഫുൾ ടൈം പണി തന്നെ ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കണം. അങ്ങനെ കുറേ പണി കുറച്ച് പെൻഡിങ് ആയിട്ട് കാണും കേട്ടോ. രാവിലെ കുറച്ച് ഉറങ്ങുകയോ കുറച്ച് ടൈം വെറുതെ ഇരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ കൂട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എല്ലാ പണിയും ഒരുമിച്ചിങ്ങ് വരുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഏകദേശം മടിയൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാ പണിയും എടുക്കാൻ നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടൈം വെറുതെയൊക്കെ ഇരുന്ന് കേട്ടോ. വെറുതെ ഇരുന്ന് മീൻസ് കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ പിന്നെ ചായൻ്റെ പണിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചായൻ്റെ പണിക്കൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഫുൾ പണി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇഡ്ഡലി. അങ്ങനെ ഇഡ്ഡലി സോഫ്റ്റായി കിട്ടിയാൽ തന്നെ നമുക്ക് കഴിക്കാനും നമുക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലതായിരിക്കും. ഇത് സോഫ്റ്റൊന്നും ഇല്ലെങ്കിൽ കൊടുത്തു വിട്ടാലൊക്കെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ സോഫ്റ്റാണെങ്കിൽ ഉച്ചക്കും കഴിക്കാൻ നല്ലത് തന്നെയായിരിക്കും. ചെറിയൊരു ചൂടിൻ്റെ ഒരു കുറവുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചായൻ്റെ സംഭവമെല്ലാം കഴിഞ്ഞ് പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വേഗം തന്നെ പാക്ക് ചെയ്യാണ്. അവർ വന്നിട്ടൊന്നുമില്ല. പക്ഷെ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കിയാൽ പിന്നെ അവരെ പറഞ്ഞേക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ഇതും കൂടി ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരെ ബസ് കയറാൻ പോകുമ്പോൾ ഞാനും ഒപ്പം തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങൽ. അധികം കടയിൽ വിളിച്ചു പറഞ്ഞാൽ അവർ കൊണ്ടുത്തരും. പക്ഷേ മീൻ കാര്യങ്ങളൊക്കെ പോയിട്ട് തന്നെ വാങ്ങണം. അപ്പോൾ ഞാനധികം ഒരുമിച്ചിങ്ങ് മേടിക്കും കേട്ടോ. കുറേയൊന്നും ഇല്ലെങ്കിലും ഒരു 2-3 സൈസ് മീനൊക്കെ ഒരുമിച്ചിങ്ങ് വാങ്ങിയിട്ട് 2-3 ദിവസം പിന്നെ പോകേണ്ടി വരില്ലല്ലോ. അപ്പോൾ അവരോട് തന്നെ പോയിട്ട് അങ്ങനെ വാങ്ങി വന്നതാണ്. അവർ ബസ്സൊക്കെ കയറിപ്പോയി. ഞാൻ സാധനമൊക്കെ വാങ്ങി വന്നതിന് ശേഷമാണ് എൻ്റെ രാവിലത്തെ ചായ കൂടി കേട്ടോ. അപ്പോൾ ഞാനും ഇരുന്ന് അത് പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് മുറ്റൊക്കെ അടിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പെറുക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു മടിപ്പണീൻ്റെ 2ാം പണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മടിപ്പണി പെട്ടെന്ന് സിമ്പിളാക്കിയിട്ട് മടിപ്പണി എടുത്താൽ നമുക്കത് 2ാം പണിയായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ. അപ്പോൾ ഇത് മേലെ വാഷിംഗ് മെഷീൻ്റെ അവിടെ നിന്ന് ലിക്വിഡ് കഴിഞ്ഞ ബോട്ടിലൊക്കെ
അവിടുന്ന് എടുത്തിട്ട് താഴെ കൊണ്ടുപോയി വെച്ചാൽ മതി. പക്ഷേങ്കിൽ ഞാൻ അവിടുന്ന് താഴേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് താഴെ ഇറങ്ങുമ്പോൾ എടുത്തിടാമെന്നുള്ളൊരിതിൽ, എന്നിട്ട് അത് 2 ദിവസമായിട്ട് മഴയും കൊണ്ട് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണൊന്ന് മുറ്റത്തിറങ്ങിയത്. അല്ലെങ്കിൽ രാവിലെ ഈ ടൈമിനൊക്കെ ഫുൾ മഴ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ചവിട്ടിയൊക്കെ ഒന്ന് ഉണക്കിയിടാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ അങ്ങനെ മുറ്റത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ചാക്കിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെയിലാട്ടോ. പിന്നെ മഴ ഇപ്പോൾ 2-3 ദിവസം അങ്ങനെ പെയ്തുകൊണ്ട് ആ കല്ലിലൊക്കെ ചെറുതായിട്ട് കാടൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അടിച്ചു വരുന്നതിനോടൊപ്പം തന്നെ ഞാനതങ്ങനെ പറിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് ഒരുമിച്ച് പൊന്തി വന്നാൽ പിന്നെ പറിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോന്ന് വരുന്നതിനനുസരിച്ച് അടിച്ചു വരുമ്പം തന്നെ അങ്ങ് പറിച്ചു പോക്കാണ് അധികവും. പിന്നെ ഈ കല്ലിൽ ബാക്ക് സൈഡ് കണ്ടില്ലേ, ഫുള്ളും കാട് പോലെ ഇങ്ങനെ ഫുൾ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നല്ല ഇലകളുണ്ടാവും കേട്ടോ. ഈ കല്ലിൽ അടിച്ചു വരാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്ക് പിടിച്ച പണിയാണ്. പക്ഷേ കുറച്ചധികം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാ ഇൻ്റർലോക്കിലോ മണ്ണിലോ അടിക്കുന്ന പോലെയൊന്നുമല്ല. ഈ കല്ല് വരാണ്ട് വെറും ഇല മാത്രം ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ചൂല് വെച്ചിട്ട് തന്നെ അടിക്കാനും പറ്റുള്ളൂ. മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബോഗൺവില്ല ഉണ്ടല്ലോ, ഇപ്പോൾ ഫുള്ള് ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് പിന്നെ മുറിച്ചൊക്കെ ഒന്ന് ഡ്രിം ചെയ്തിടണമായിരുന്നു. പക്ഷെ അതിൻ്റെ ടൈം എപ്പാന്ന് എനിക്കറിയില്ല. ഇപ്പം ചെയ്താൽ ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ചീഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് എങ്ങനെയാണ് ഡ്രിം ചെയ്ത് കൊടുക്കുക. അത് അല്ലെങ്കിൽ ഇതിങ്ങനെ വലിയ മരം പോലെ ആവുമല്ലോ, അപ്പോൾ ചെറിയ ചട്ടിയിലൊന്നും അത് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. അപ്പോൾ ഇത് ഞാൻ അവിടെ തന്നെ ഉണ്ടായി വന്ന മുളകാണേ. ആകെ 4 ചീരയും ഒരു 2 ഇത് മുളകേ ഉള്ളൂ. ഇനി നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ ഈ മഴ എന്തായാലും നടക്കൂല. അപ്പോൾ ഞാൻ വാങ്ങിയ മീൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ പണി തുടങ്ങി കേട്ടോ. ഈ പാത്രം കഴുകൽ ഒരു ദിവസം എത്ര പ്രാവശ്യം കഴുകുന്നു ഇങ്ങനെ ആലോചിച്ച് വെക്കും കേട്ടോ. രാത്രിയൊക്കെ ആയാൽ ഞാൻ വിചാരിക്കും ഇന്ന് എത്ര പ്രാവശ്യം ഞാൻ പാത്രം കഴുകിയെന്ന്. രാവിലെ, ഉച്ചക്ക്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം ഒരു 3-4 പ്രാവശ്യം എന്തായാലും നമ്മൾ ഇങ്ങനെ പാത്രം കഴുകൽ എന്നുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അല്ലേ. എടുത്ത പാത്രങ്ങൾ തന്നെ പിന്നെയും അങ്ങനെ കഴുകും. അപ്പോൾ ഇന്ന് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പാത്രമൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റിലിട്ടിട്ട് പുറത്തേക്ക് തന്നെ വെക്കാൻ വിചാരിച്ചു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂല കേട്ടോ പാത്രം. പുറത്ത് വെക്കാൻ പറ്റൂല, മഴച്ചാറ്റിലൊക്കെ അടിക്കുന്നതുകൊണ്ട് ഉണങ്ങൂല. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് രാവിലെ വെച്ചാൽ രാത്രിയൊക്കെ എത്തുന്നവരെ അതിങ്ങനെ വെക്കും. പിന്നെ ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ കറിവേപ്പിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുളിച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഡബിളാക്കിയിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലേൻ്റെ മുകളിലൂടെ തന്നെ കേട്ടോ, അതിൻ്റെ അടിഭാഗത്ത് മാത്രമല്ല അതിൻ്റെ ഇലയിൽ കൂടി തന്നെ ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ എൻ്റെ കറിവേപ്പില എങ്ങനെ നട്ടാലും എനിക്ക് പിടിച്ച് കിട്ടലില്ലായിരുന്നു. അപ്പോൾ ഞാൻ നട്ടിട്ടില്ല, പക്ഷേങ്കിൽ ചാക്കിലിങ്ങനെ കൊണ്ടുവച്ച ചെറിയ തെയ്യായിരുന്നു. ഇപ്പം നന്നായിട്ട് അതിങ്ങനെ വരുന്നുണ്ട്. ഇനി നശായി പോകുന്നൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് അതിൽ തളിര ഇലയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം മീനുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്കായിട്ട് ഇങ്ങനെ മാറ്റി വേറൊരു പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെക്കുകയാണ്. പിന്നത്തേക്ക് ആവശ്യത്തിനുള്ള വെച്ചിട്ട് ബാക്കി അങ്ങനെ പാത്രത്തിലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെപ്പോൾ എടുക്കുമ്പോൾ പുറത്തെടുത്ത് വെച്ചാൽ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് കൊഞ്ചും കിട്ടി കേട്ടോ, നല്ല വലിയ കൊഞ്ചായിരുന്നു. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പം തന്നെ ക്ലീനാക്കി വെക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ എടുക്കുന്നൊന്നുമില്ല. ക്ലീനാക്കി ഒന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളവരും എടുക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാ മീനിൻ്റെ പണിയൊക്കെ ഒരുമിച്ച് തന്നെ അങ്ങ് തീർക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ മേലെ ഒന്നും അടിച്ചിട്ടില്ല, താഴെ ഇപ്പോൾ പെട്ടെന്ന് മേലെ അങ്ങനെ വൃത്തിയോടൊന്നും ആയിട്ടില്ല, ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് താഴെ ഇപ്പോൾ ഒരാൾ വന്നാൽ പെട്ടെന്നൊന്ന് ക്ലീനായിട്ട് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് താഴെ തന്നെ അടിച്ചു വാരുകയാണ്. മക്കൾ പോയതിന് ശേഷം പിന്നെ അവർ വലിച്ചിട്ട സാധനങ്ങളും അവരയച്ചിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരുന്നുണ്ട്. ഇവിടെ അടിച്ചു വാരലും ഒരു 3-4 പ്രാവശ്യം നടക്കും കേട്ടോ ഒരു ദിവസം. രാവിലെ ഒന്ന് നന്നായിട്ട് ബെഡ്റൂമും കാര്യങ്ങളും ഫുള്ളും സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പോവും. പിന്നെ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അടുക്കള തന്നെ അധികം അടിച്ചു വരിക. അകമൊന്നും അങ്ങനെ അടിക്കുന്നില്ല. ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പോക്കാണ്. അങ്ങനെ അടിക്കരുതെന്നൊക്കെ പറയും, പക്ഷേങ്കിൽ അങ്ങനെ അടിച്ചു വാരിയില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നിറച്ച് ഉറുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു കടിക്കുന്ന ടൈപ്പൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ നിറച്ചൊരു സൈസ് ഉറുമ്പ് ഇങ്ങനെ ഇവിടെ നിലത്ത് കൂടെ അങ്ങനെ ഓടുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളെന്തെങ്കിലും ഫുഡ് വേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും നിറച്ചും വരും കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്.
ഇന്നിപ്പോൾ തുടക്കാനൊന്നും നേരമില്ല, തലേന്ന് തുടച്ചതുമാണ്. തുടക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇന്ന് തുടക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഈ സ്ലാബ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ ഡെയിലി തുടച്ചാലും ഈ സ്ലാബിലൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ. ഇത്ര പൊടി എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തിരിഞ്ഞിട്ടില്ല. അതൊരു കറുപ്പ് സൈസ് പൊടിയാണ് കേട്ടോ. ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴും അങ്ങനെ കാര്യമായിട്ട് നോക്കിയാലൊന്നും കാണൂല. പക്ഷെ ഇങ്ങനെ ഒരു നനഞ്ഞ് തുണി വെച്ച് തുടച്ചെടുത്താൽ അവിടെയൊക്കെ പൊടിയുണ്ട്. അല്ലെങ്കിൽ ഈ സ്ലാബൊന്നും ഞാൻ അങ്ങനെ യൂസ് ആക്കൽ പോലുമില്ല. ഇതേപോലെ നിങ്ങൾ സാധനങ്ങൾ കൊണ്ടാക്കുക അങ്ങനെയേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല പൊടി വരും എന്നുള്ളത് എനിക്ക് ഇപ്പോൾ കേട്ടോ തിരിയുന്നത്. ഒന്നാമത് ഈ വൈറ്റും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും, നമ്മൾ വൃത്തിയാക്കി ഇടാൻ തന്നെ നോക്കും. പക്ഷേങ്കിൽ ഇതിൽ നല്ല പൊടിയുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിൽ ഇത്ര പൊടി ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യത്തെ വീട്ടിലൊന്നും എനിക്ക് ഇങ്ങനെ പൊടിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു വീട്ടിൽ എത്ര പൊടി ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നത്. അതേ ഏരിയയിൽ തന്നെയാണ് വീടുള്ളത്, പക്ഷേങ്കിൽ നല്ല പൊടി കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്റ്റോർ റൂമിൽ ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അവർ ചെരുപ്പ് കാര്യങ്ങളൊക്കെ നിലത്ത് അങ്ങനെയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് സ്റ്റാൻഡിൽ വെച്ച്, പുള്ളിയൊക്കെ ഇന്നലെ വാങ്ങിയത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ പൊടി തൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇട്ട പാത്രമൊക്കെ ഒന്ന് നീക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് മിക്സിയിൽ ഞാൻ യൂസ് ചെയ്യൽ. അവിടെയാണ് മിക്സിക്ക് പ്ലഗൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ മിക്സി ജസ്റ്റ് ഒന്ന് തെറിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതിൻ്റെ അടപ്പൊന്ന് ഊരിപ്പോയിട്ട് തേങ്ങ ഇങ്ങനെ ഫുള്ളായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളീൻ്റെ ഈ ബാസ്ക്കറ്റ് ഒന്ന് നീക്കി, ഉള്ളി ഇടാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ് ഇങ്ങനെ എടുത്തപ്പോഴാണ് അതിൻ്റെ ബാക്കിലുള്ള കച്ചറ സാധനങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് തിരിച്ച് വെച്ചില്ല കേട്ടോ. അപ്പോൾ രാത്രിക്കായിരുന്നു. അപ്പോൾ പിന്നെ അന്നേരം പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ അടിച്ചു വരാൻ മടിയായിട്ട് അതങ്ങനെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ അത് പിന്നെ അങ്ങോട്ട് തിരിച്ച് കയറ്റി വെച്ചില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അടിച്ചൊക്കെ വാരിയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡെയിലി നമ്മൾ ഈ ഉള്ളീൻ്റെ ഇത് അവിടെയുള്ള ബക്കറ്റ് സ്റ്റാൻഡ് അതൊന്നും നീക്കി അടിച്ചു വരില്ലല്ലോ. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ചിലപ്പം നീക്കുക. ഡെയിലി അടിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനൊരാഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നീക്കൽ. അങ്ങനെ നീക്കി വെക്കുമ്പോൾ അവിടെയും നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്, ഇതിപ്പോൾ ഉച്ചക്കേക്ക് വേണ്ട മീനാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. കൊഞ്ച് കാര്യം അത് ഇതേപോലെ തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളെ മറ്റന്നാളോ ആവശ്യമുള്ളപ്പോൾ നമുക്കിത് എടുത്താൽ മതി. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, ഒന്നും ആവില്ല. നന്നായിട്ട് അതിലേക്ക് മസാല ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഇത് കടച്ചക്കയാണ്. ഞാൻ കടയിൽ പോയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ കാണലുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കിവിടെ ഇങ്ങനെ കിട്ടാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് കടയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇതെങ്ങനെ വെക്കണ്ടേന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ കണ്ട പോലെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ഇത് കഴിച്ചിട്ട്, ഇത് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൽ ഞാൻ കണ്ടത് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കാനാണ്. അന്ന് പെട്ടെന്ന് വേവുന്നൊക്കെ കണ്ടിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത് മുറിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അപ്പം തന്നെ വെള്ളത്തിലിട്ടാൽ കളർ അങ്ങനെ മാറില്ലല്ലോ. അപ്പോൾ മുറിക്കുന്നതിനനുസരിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വേവില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് വേവൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ അത് വല്ലാതെ വെന്തോ എന്നുള്ള എനിക്ക് ഇതിൻ്റെ വേവും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോഴത്തേക്ക് മീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് ചോറ് കാര്യങ്ങളൊക്കെ വേഗം തന്നെ ആക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി പണിയിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ അടുക്കളത്തെ പരിപാടി ഫുള്ളായിട്ട് ഒരുമിച്ച് തന്നെ കഴിഞ്ഞാൽ അടുക്കള അങ്ങ് ക്ലീൻ ആക്കി ഇടാമല്ലോ. പിന്നെ വേറെ പണിയൊന്നും അവിടെ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ പണിക്കെല്ലാം പോയാൽ പിന്നെയും അടുക്കള പിന്നെയും വന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഇങ്ങനെ മെസ്സായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യുമല്ലോ നമ്മൾ പണി കഴിയുന്നവരെ. അപ്പം പപ്പടം വരെ പൊരിച്ചിട്ടാണ് ഞാൻ വേറെ പണിയിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിച്ചിട്ട് ഒരു പാത്രത്തിൽ എയർടൈറ്റ് വെച്ചാൽ അതിപ്പോൾ അതൊന്നും പിടിക്കൂല കേട്ടോ. അത് വെളിച്ചെണ്ണ പപ്പടം പൊരിച്ച അതേ വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ മീനും പൊരിക്കുന്നത്. ആകെ 3 പപ്പടേ പൊരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൽ തന്നെ പൊരിച്ചിട്ട് വേറെ ഫ്ലേവറൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അതിൽ തന്നെ മീനും പൊരിച്ചിട്ട് വെക്കുകയാണ്. ഫുഡൊക്കെ വേഗം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണിയിലേക്ക് പോകാൻ. രാവിലെ ഇതൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ പണിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടത് ചെറിയ ഉള്ളി ചതച്ചിട്ട് അതിലാണ് കേട്ടോ ഇത് തൂനിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ ചതക്കൽ കുറച്ച് റിസ്ക്കാണ്. ചെറിയ ഉള്ളി ചതക്കുന്ന പോലെ വലിയ ഉള്ളി ചതക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മിക്സീൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം അത് നന്നായിട്ട് ഒന്ന് മിക്സായി പോയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഒന്നാമത് ഈ പാത്രം നല്ല ചൂടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് എരിവിന് വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ എരിവിന് ആവശ്യമായിട്ട് ഈ മുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി പച്ചമുളക് ചേർക്കുന്നവർക്ക് ചേർക്കുകയും ചെയ്യാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഫ്ലേവറിന് നമ്മളെ എരിവിനൊക്കെ അനുസരിച്ച് ഓരോ സാധനങ്ങളും മാറി വരില്ലേ. എല്ലാവരും വെക്കുമ്പോൾ ഒരേ ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ലല്ലോ. നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട. പക്ഷേങ്കിൽ എന്നാലും ഈ മുളക് ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് അതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചും കൂടി വേവിച്ചാൽ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ താഴെക്കൂടെ കല്ലുമുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അധികമായിട്ടൊന്നും വരുത്തില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് ക്ലീനാക്കി വെക്കാൻ വിചാരിച്ചു. എന്തായാലും ഇതിൻ്റെ പണിയൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷേ ക്ലീനാക്കി വെച്ചാൽ പിന്നെ അതില്ലല്ലോ, അതിന് മസാല നിറച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതും കൂടി അതിനോടൊപ്പം തന്നെ ക്ലീനായി പോകുന്നുണ്ട്. കല്ലുമുക്കായി ക്ലീനാക്കൽ കുറച്ചധികം പണിയാണേ. എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നൊരു സംഭവമാണിത്. അത് ഷെല്ലിൻ്റെ പുറത്തൊക്കെ നിറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിച്ചു. ഇവിടെ ഒന്നും ആരും അങ്ങനെ യൂസ് ആക്കുന്നൊന്നുമില്ല. പക്ഷേങ്കിൽ ആഴ്ചയിലൊരു പ്രാവശ്യം എന്തായാലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുള്ളതുകൊണ്ട് വേഗം അതൊക്കെ ഒന്ന് മാറ്റിയിടാൻ വിചാരിച്ചു. ഇതിപ്പോൾ വിരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. എങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. ബെഡ് കവർ പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴുകലേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ ഒന്നാമത് ഇവിടെ ബെഡൊന്നും ആരും യൂസ് ചെയ്യലില്ല. അതുകൊണ്ട് തന്നെ പൊടി കാര്യങ്ങൾ അതിലേക്കൊന്നും വരില്ലല്ലോ. അതിൽ പൊടി പിടിക്കുന്നുണ്ട് തന്നെ ബെഡ്ഷീറ്റിലേക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബെഡ് കവർ മാറ്റിയിട്ടില്ല. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അധികം യൂസ് ആക്കൽ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ. എനിക്ക് അതാണ് യൂസ് ചെയ്യാൻ ഇഷ്ടം. എന്താ വെച്ചാൽ വിരിച്ചിട്ടാൽ അതേപോലെ കിടക്കുകയും ചെയ്യും. വിരിക്കാനും സുഖമാണല്ലോ. മറ്റേതുപോലെ 2 സൈഡൊക്കെ ഒപ്പിച്ച് വിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു പണിയാണേ. പിന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിരിച്ചാൽ അത് അവിടെ കിടക്കും. മറ്റേതുപോലെ കയറി കളിച്ചാലോ അതുമ്മിൽ ഇരുന്നാലോ ഒന്നും നീങ്ങിയൊന്നും പോകില്ലല്ലോ. മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് നല്ല യൂസ് ആയിരിക്കും. അവരെ കളീൻ്റെ ഇടയിലൊക്കെ വന്ന് കയറുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ നീങ്ങിപ്പോവും. ഇതാകുമ്പോൾ വിരിച്ചതുപോലെ കിടക്കും കേട്ടോ. പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കട്ടിലും ബെഡൊക്കെ ഭയങ്കര ടൈറ്റായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇതിൽ ബെഡ്ഷീറ്റ് വിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക്കാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള കവറൊന്നും ഊരിയിട്ടില്ല കേട്ടോ. മുകളിൽ മാത്രമുള്ള ഊരിയിട്ടുള്ളൂ. ഞാനത് ഇതുവരെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അന്നേരം വീട്ടിൽ കൂടെയുള്ള സമയത്ത് ഇവരെന്നെ ചെയ്തതാണ്. പിന്നെ ഈ ബെഡൊന്നും അങ്ങനെ യൂസ് ആക്കാത്തതുകൊണ്ട് ഈ ബെഡ് കവറൊന്നും ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് പൊക്കി അതൊന്ന് കുടഞ്ഞിടാൻ വിചാരിച്ച് നോക്കുമ്പോഴാണ് സൈഡിലൊക്കെ ഇങ്ങനെ കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ വലിച്ചൂരാണ് കേട്ടോ. ഭയങ്കര ടൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഊരാൻ ഞാൻ കുറച്ചൊന്നധികം തന്നെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗത്തുള്ള കവറാണ് ഊരാത്തത്. സൈഡിലും അടിയിലൊക്കെ ആയിട്ടുള്ള കവർ ഊരിയിട്ടില്ല. ആ ബെഡ് ആ കട്ടിലിങ്ങനെ ടൈറ്റായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചൊരു പണി പിടിച്ച് അതൊക്കെ ഒന്ന് കീറി എടുക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് ഊരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല.
ബെഡ് നമ്മൾ യൂസാക്കുമ്പോൾ അതിൻ്റെ കവർ ഊരൽ അങ്ങനെ ബെഡിൽ തന്നെ നിൽക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അന്ന് അവിടെ മേൽഭാഗം മാത്രം ഊരിയിട്ടതാണ്. അപ്പോൾ അടിഭാഗമൊന്നും ഊരിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ടൈം എടുത്ത് വലിച്ച് കുറച്ചധികം തന്നെ കഷ്ടപ്പെട്ട് ഞാനത് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കവറ്. അത് ഞാൻ വിചാരിച്ചു അടിയത്ത് അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ സൈഡത്ത് പറിച്ച് വരുമ്പോഴത്തേക്ക് അതും ഏകദേശം പുറത്തെത്താനായിക്കേനു. അപ്പോൾ പിന്നെ അതും കൂടി വലിച്ചൂരി. അപ്പോൾ അതിൻ്റെ കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കളയാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ടെറസുമൊന്ന് മുറ്റത്തേക്ക് എറിയും കേട്ടോ. മറ്റേത് വാഷിംഗ് മെഷീൻ്റെ അവിടെ നിന്നുള്ള ബോട്ടിലൊക്കെ താഴെ കിട്ടുക പോലെ ഇതും അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇന്ന് തന്നെ പോയി എടുക്കണം, ഇല്ല മഴയൊക്കെ പെയ്തിട്ട് മുറ്റത്തൊക്കെ ആകെ ചീത്തയാവും കേട്ടോ. അതിനെ എടുത്തിട്ട് താഴെ കൊണ്ടുപോയി ഇട്ടാൽ മതി. പക്ഷേങ്കിൽ മടി കാരണം അത് അതിൽ മേലേന്ന് അങ്ങനെ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ മാറ്റിയ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ട് മെഷീനിൽ അലക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ അധികം ചളി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ തന്നെ ഇടാൻ വിചാരിച്ചിട്ടോ. ഇല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കല്ലിലാണ് അലക്കൽ. ഇനി വൈകുന്നേരം ആയിട്ടുണ്ട്, മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുളിയും ചോറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയമൊക്കെ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം നേരം തന്നെ വെറുതെയൊക്കെ ഇരുന്ന് ഫോണിൽ കളിച്ച് കുറച്ച് കിടന്നൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ കല്ലുംകായ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അത് ക്ലീനാക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഉള്ളിയും ഒരു 2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഉള്ളി ഉള്ളതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ അരഞ്ഞോളും. അതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും അരച്ചെടുക്കരുത് കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ചാൽ നമ്മളെ മാവ് ലൂസായി പോവും, പിന്നെ നമുക്ക് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പം നന്നായിട്ടൊന്ന് നല്ല നൈസായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉച്ചക്ക് 6 മണിക്കൂർ ടൈം പൊതിർത്തി വെച്ച അരിയാണ് കേട്ടോ. ഒരു 6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതിലൊഴിച്ചിട്ട് പൊതിർത്തി വെച്ചതാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് കേട്ടോ, ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഈ മാവാണ് നമുക്ക് കല്ലുമ്മക്കായയിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ തേങ്ങ ചതച്ചതുണ്ടല്ലോ, അപ്പോൾ അതും കൂടി വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെ റെസിപ്പി എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു 1-2 പച്ചമുളകും കൂടി തേങ്ങ ചതക്കുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു എരിവും കൂടി കിട്ടും കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആർക്കും അങ്ങനെ എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓവറായിട്ട് ഈ അരി അതിൽ ഫില്ല് ചെയ്യാണ്ട് നിൽക്കുക കേട്ടോ. വെറും അരി മാത്രമായാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലും ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഒരൊറ്റ വിസിൽ വരുമ്പം തന്നെ നന്നായിട്ട് വെന്ത് വരും. പിന്നെ ഇതിൻ്റെ ഇറച്ചി കാര്യങ്ങളൊന്നും അതുമിൽ ഇതിൻ്റെ തോടിലിങ്ങനെ പറ്റി പിടിക്കില്ല കേട്ടോ കുക്കറിൽ വെച്ചാൽ. ഇതിപ്പം ഞാൻ സ്റ്റീം ചെയ്ത് എടുക്കാൻ വിചാരിച്ചതാണ്. അധികമൊന്നുമില്ല കേട്ടോ, ഒരു 1/2 കിലോൻ്റെ അടുത്തേ ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. വെള്ളം വെച്ച് അത് തിളച്ചപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ കല്ലുമ്മക്കായ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കല്ലുമ്മക്കായ് നമുക്ക് ഒരു മസാലയിൽ മുക്കിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുക അല്ലേ. അപ്പോൾ ഞാൻ അതിനുണ്ടാക്കുന്ന മസാല ഇങ്ങനെയാണ്. അധികം ആൾക്കാരും ഉണ്ടാക്കുന്ന വേറെ അവരുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും. പക്ഷെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ കല്ലുമ്മക്കായ് ഉണ്ടാക്കിയാൽ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 7-8 അല്ലി തന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി കേട്ടോ. അത് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. കാണുമ്പം തന്നെ ഒരു നല്ല ഭംഗിയായിരിക്കില്ലേ, കല്ലുമ്മക്കായ്ക്ക് നല്ല റെഡ് കളറായിരിക്കും. പിന്നെ നമ്മളെ എരിവിന് ആവശ്യത്തിന് മുളകും പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അധികം ലൂസാവാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കല്ലുമ്മക്കായ് കഴുകിയിട്ട് അതിങ്ങനെ വെള്ളം
വാർന്നു പോകാൻ വേണ്ടി വെക്കൂലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു വെള്ളം ഉണ്ട് കേട്ടോ, അത് ഉണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് അരി അരക്കുമ്പോൾ അതിൽ കുറച്ച് ഒരു സ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ടാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അപ്പോൾ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണിഞ്ഞിട്ടേ ഉള്ളൂ, അധികമൊന്നും തണിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്ന് എന്താ വെച്ചാൽ അധികം ടൈം ഇപ്പം തന്നെ ഏകദേശം ടൈം ആയിട്ടുണ്ട്. പിന്നെ അധികം നിൽക്കാനുള്ള താമസിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് അത് തോല് കളഞ്ഞിട്ട് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുക കേട്ടോ. ഓയിലൊക്കെ പൊരിക്കുന്നതിലുണ്ട്, പക്ഷേങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ച് നോക്കുക, നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത് അധികമൊന്നും പൊരിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്നാവും. ഇനി അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുമ്മക്കായ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. ഏകദേശം അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് തന്നെ ആയിരിക്കുമല്ലോ കല്ലുമ്മക്കായ്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവർ നല്ലോണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിക്ക് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഇതന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ രാത്രിക്ക് എല്ലാവരും കഴിച്ചത്. അധികം എരിവൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പാത്രം കഴുകലാണ്, ഇന്നത്തെ ലാസ്റ്റ് പാത്രം കഴുകലാണ്. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം പണിയൊക്കെ ഭക്ഷണം വരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കിയാൽ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം എൻ്റെ ഡേയൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല അധിക ദിവസവും. ഇതേപോലെ തന്നെ രാവിലെ എണീക്കുന്നു, ഭക്ഷണമാക്കുന്നു, പണിയെടുക്കുന്നു, അങ്ങനെ ആ ദിവസം കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലും കൂടി ഒന്ന് രേഖപ്പെടുത്തി, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടി അമർത്തി ഒന്ന് സപ്പോർട്ടാക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.